എപ്പോ നോക്കിയാലും വയസ്സന്മാരുടെ പടമാണല്ലോ കണ്ടോണ്ടിരിക്കുന്നത്. പുതിയ നടന്മാരായ ശിവകാർത്തികേയൻ, നിവിൻ പോളി, ദുൽഖർ സൽമാൻ, ഇവരുടെ പടം ഒന്നും കാണണ്ടേ നിനക്ക്? ഒന്ന് പോവാ. കൊണ്ടുപോകാനോ? രമ്യ, ഒരു തവണയെങ്കിലും വന്ന് ചെറുക്കനെ ഒന്ന് കാണാൻ. നമ്മള് രണ്ടുപേർക്കും സെയിം ഏജാ, അതുകൊണ്ട് വർക്ക്ഔട്ട് ആവില്ല. അതെന്താ? നിങ്ങൾക്ക് ഇതുവരെ ചുളുക്കൊന്നുമില്ലല്ലോ. ചുളിവുകളില്ലെന്നോ? മുടി ഇതുവരെ നരച്ചിട്ടില്ല. ഈ പ്രായത്തില് മുടി എങ്ങനെ നിറയ്ക്കാനാ? ബേബി ഫേസ്. ബേബി ഫേസോ? തമനം തമനം സാറേ, നിങ്ങളുടെ മോൾക്ക് ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് ചെറുക്കനെ. നമസ്കാരം സർ. നമസ്കാരം സർ, നിങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തെ കുറിച്ച് ഞങ്ങളോട് പങ്കുവെക്കാമോ? ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് നാളുകൾ ഞാൻ പട്ടിണിയും കിടന്നിട്ടുണ്ട്. ഒടുവിൽ ഒരു ബ്യൂട്ടി പാർലറിൽ ജോലി ചോദിച്ചു. അപ്പൊ അവരെന്താ പറഞ്ഞെന്നറിയാവോ? ഇവിടെ ആണുങ്ങൾക്ക് ജോലി ഇല്ലെന്ന്, ഓൺലി ലേഡീസ് എന്ന് പറഞ്ഞ് ഓടിച്ചു. ഞാനൊന്ന് ആലോചിച്ചിട്ട് ഒടുവിൽ ഞാൻ എന്നെ ഒരു പെണ്ണാക്കി മാറ്റിയെടുത്ത് അതേ ബ്യൂട്ടി പാർലറിൽ പോയി ജോലി ചോദിച്ചു. ഉടനെ ജോലി തരുകയും ചെയ്തു. ഔവൈ ഷൺമുഖി, ദശാവതാരം, ചന്ദ്രമുഖി, എന്തിനു പറയുന്നു ഇപ്പൊ വന്നല്ലോ ഒരു ബാഹുബലി, അതിലും ഞാനല്ലേ മേക്കപ്പ് ചെയ്ത്. എന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാ എന്റെ മേക്കപ്പിന്റെ കഴിവ് കൊണ്ട് ചെറിയ പയ്യനെ വയസ്സനാക്കി മാറ്റിയെടുക്കും, വയസ്സായ ആളെ ചെറിയ പയ്യനാക്കി മാറ്റും. ഇതുപോലെ പല മനുഷ്യനായിട്ട് അങ്ങോട്ട് പോയോ പടം കൊണ്ടോ തിരിച്ചു വന്നോന്നിരിക്കണം. മനസ്സിലായോ? കാണും. അത് കളയടാ. നീ രമ്യനെ കാമത്തിന് വേണ്ടി പ്രേമിക്കുവാണോ അതോ പ്രേമിക്കാൻ വേണ്ടി പ്രേമിക്കുവാണോ എന്നൊരു സംശയം, അതാ ചോദിച്ചത്. ഇടപ്പന്നി, കാമത്തിന് വേണ്ടി ഞാൻ പലതും ചെയ്തിട്ട് വയസ്സായി ഇവിടെ കുത്തിരിക്കുക. ഇത് ശരിക്കുള്ള പ്രേമോടാ. ഞാൻ വിശ്വസിക്കില്ല. നിന്നോട് ഞാൻ ചോദിച്ചില്ല. സോറിടാ. എന്താ മിണ്ടാതിരിക്കുക? കാമം എന്ന് പറയുന്നത് ബ്രെയിൻ, പ്രേമം എന്ന് പറയുന്നത് ഹാർട്ട് എന്ന് വരുന്നതാണ്. പക്ഷെ നിനക്ക് ഹാർട്ടില്ലല്ലോ, എങ്ങനെ മനസ്സിലാവാനാ? ശരി, അത് പോട്ടെ. ഒരു ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാലോ? എങ്ങനെ? ഒരു മിനിറ്റ്. മിസ് കോള് കൊടുത്തു കഴിഞ്ഞു രമ്യക്ക്. അപ്പൊ അവിടെ തിരിച്ചു വിളിക്കില്ലേ? അതിനല്ലേ കൊടുത്തത്. ഒന്ന് തന്നെ. ഇതിവിടെയും വെക്കും, ഇവിടെയും വെക്കും, ഇതിവിടെ വെക്കും, ഇവിടെയും വെക്കും. എന്തെങ്കിലും ചെയ്യണ്ടോ? എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ചോദ്യം ശരിയാണ് ലവർ ബോയ്. ഇതിവിടെ വെക്കുമ്പോഴാണ് റിങ് വന്നതെങ്കിൽ നീ കാമത്തിന് വേണ്ടിയാണ് പ്രേമിക്കുന്നതെന്നർത്ഥം. അതുപോലെ ഇവിടെ വെക്കുമ്പോഴാണ് റിങ് വന്നതെങ്കിലോ നീ സത്യത്തില് പ്രേമിക്കാൻ വേണ്ടി തന്നെ. സൂപ്പർ. വേണ്ട, ഞാൻ നിന്നെ പിന്നെ വെച്ച് ചെയ്തു. സോറി. ഇപ്പൊ എന്തോ നിനക്ക് പ്രേമാണോ കാമാണോ എന്ന് ചെക്ക് ചെയ്യണം, അത്രയല്ലോ? അതെ അതെ അതെ, ഓക്കെ. ചെക്ക് ചെയ്യടാ. ഇവിടെ വെക്കുന്നു, റിങ് വരുന്നില്ല. അതുപോലെ ഇവിടെ വെക്കുന്നു. ഹായ് മുത്തശ്ശ. പറയ് രമ്യ, നാളെ ഫ്രീ ആണോ? ഫ്രീ ആവാലോ. എല്ലാ പ്രാവശ്യവും മാർക്കറ്റിലേക്ക് ഞാൻ എന്റെ അച്ഛന്റെ കൂടെ പോവാ. പക്ഷെ അച്ഛനിപ്പോ എവിടെ ഇല്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞാൻ ഒറ്റയ്ക്ക് പോവാണെങ്കിൽ കടക്കാരൻ എന്നെ നന്നായി പറ്റിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. നീ ചെറിയ പെണ്ണല്ലേ, കടക്കാരൻ നിന്നെ പറ്റിച്ചു കളയും. സോ മുത്തശ്ശൻ ഞാൻ വന്ന് നോക്കി ശ്രദ്ധിച്ച് വാങ്ങിച്ചു തരാം. ഓക്കെ അല്ലേ? ഗ്രേറ്റ്. വണ്ടർഫുൾ. എടാ മച്ചാനെ, വാട്സാപ്പിൽ പുതിയ വീഡിയോ അയച്ചായിരുന്നില്ലേ? കണ്ടില്ലെന്നോ? നീ വീഡിയോ നോക്കിയേ, അടിപൊളിയാ മോനെ. അടിപൊളി. എന്താടാ വരുമ്പോ ഒരു പെണ്ണിനെ കണ്ടാ കിടുക്കിടില്ലടാ. പൊളി മച്ചാനെ, ഇതാ കണ്ട. എടാ, അതവളുടെ അച്ഛനാന്ന് തോന്നുന്നു. ഏയ്, ആരാണെങ്കിലും എന്താടാ ഈ പെരട്ട കിളവനെ കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അതന്നെ. പെണ്ണ് അച്ഛന്റെ കൂടെ അല്ല, മുത്തച്ഛന്റെ കൂടെ വന്നേ. അടിയാ, എളുപ്പത്തിൽ പൊക്കാം. എടാ കിളവാ, എന്താ ചൂടാവുന്നേ? ആരാത്? പേരക്കുട്ടിയാണാ? തന്റെ മോളാണോ? തന്റെ ലവറാണല്ലേ? അതേടാ. അതെന്നോ? പെമ്പിള്ളാരോട് ഇതുപോലെ പെരുമാറുന്ന ചെറ്റുകളെക്കാളും പ്രായായാലും ഇതുപോലെ ധൈര്യമുള്ള ഒരു മുത്തശ്ശനെ പ്രേമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നാണക്കേടാവുന്നു മുത്തശ്ശ. ഇമ്മാരെന്തേലും ചെയ്തേ മതിയാവും.
വണ്ടി ആമ്പിള്ളേര് ആണത്തം കാണിക്കാം, പക്ഷെ ഇങ്ങനെ നാറികളാവരുത്. അടങ്ങിയിരിക്കണം. ഇങ്ങനെ കുടിച്ചിട്ട് വണ്ടി ഓട്ടരുത്. സാവധാനത്തോടെ ഇരിക്കണം. പെർമിഷൻ അത് ഒരു പെണ്ണിനെ തൊടാൻ പാടില്ല. മൊത്തത്തിൽ ആമ്പിള്ളേര് ഒരാണിനെ പോലെ ജീവിക്കണം. മനസ്സിലാകണം. തെറിപ്പിച്ച് കളയും. എന്ത് പറ്റി സരളേ? അതെങ്ങനെയാ രണ്ടുപേർക്കും ഒരേ സമയത്ത് ആക്സിഡന്റ് ആയത്? അത് ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാള് ഞാൻ പറഞ്ഞത് കേൾക്കാതെ എന്നെ ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയി. இது ஃப்ரெண்ட்ஷிப் மட்டும் இல்லை, நீ ஒரு நல்ல ஃப்ரெண்டு மட்டும் இல்லை, இது லவ் தான் உன்கிட்ட சொல்லணும்னு ஏங்கின. போகாத, தள்ளி போகாத, என் கூடயே இருன்னு உன்கிட்ட சொல்லணும்னு ஏங்கின. மனமோ ஏதோ சொல்ல வார்த்தை தேடுதுன்னு தோணுது. மணித்துளி போகுதே, மார்பின் வேகம் கூடுதே, மனமோ ஏதோ சொல்ல வார்த்தை தேடுதே, கண்ணெல்லாம் நீயே தான் நிற்கின்றாய், கசையடி போலே முதுகின் மேலே விழுவதினாலே வரி வரி கவிதை. தள்ளி போகாதே, என்னையும் தள்ளி போக சொல்லாதே, இருவர் இதழும் மலர் எனும் தானே. தள்ளி போகாதே. പോകരുതേ പോകരുതേ എന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ ഇവനാ പോകും പോകുന്ന് പറഞ്ഞ് വണ്ടി കൊണ്ട് ലോറിയിൽ ഇടിച്ചത്. അതിന്റെ കാരണം ഞാനല്ല, ഗൗതം വാസ്തവ് മേനോൻ. അത് പോട്ടെ സരളേ. രമ്യ ഇവിടെ പോയി. ഞാനെങ്ങനെ അറിയാനാ? ഒരുപക്ഷെ അച്ഛൻ്റെ കൂടെ കോഫി ഷോപ്പിൽ പോയിട്ടുണ്ടാവും. ഫീലിംഗ്സ് ഓഫ് സരള.